ചില പ്രോട്ടോക്കോളുകളും ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. വലിയ വെല്ലുവിളികൾ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയായി അമേരിക്ക കണ്ടത് ഹോർമുസ് തുറക്കുക എന്നുള്ളതായിരുന്നു. ഹോർമുസ് തുറക്കാത്തതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികളിൽ ഒന്ന് പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ അനുവദിക്കൂ എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടൽ നിയന്ത്രണത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഓരോ കപ്പലിലും കടക്കുന്നതിന് മുൻപ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അനുമതി അത്യാവശ്യമാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തികമായ ചില നിബന്ധനകൾ കൂടി ഇറാൻ വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും നിർണായകമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ ആസ്തികൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ ആസ്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിട്ടു നൽകണം എന്ന ആവശ്യം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതൊരു പുതിയ നിബന്ധനയാണ്. മറ്റൊന്ന്, യുദ്ധം അവസാനിച്ചു എന്നത് അനുസരിച്ച് ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കണം എന്നുള്ളതും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി മുന്നോട്ട് വെക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രത്യേകം യോഗം ചേരണമെന്നും ഈ പ്രമേയം പാസ്സാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അതിതീവ്രതയോടുകൂടി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് ചെറിയ സാഹചര്യമല്ല സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊക്കെ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇത്തരം ഇറാന്റെ ഉപാധികൾ വളരെ പ്രധാനമാണ്. അജയ്, തീർച്ചയായിട്ടും ഇറാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഈ ഹോർമുസിന്റെ കാര്യത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമാണെങ്കിലും, അതുപോലെ കപ്പലുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനമാണെങ്കിലും, അതെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ്. ഈ മേഖലയിലൂടെ മുൻപ് കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രതിദിനം 130 കപ്പലുകൾ വെച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് 15 കപ്പൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പല മടങ്ങ് കുറവായിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ ഹോർമുസ് വഴി കടന്നു പോകുന്നത്. ഇത് ചില്ലറയൊന്നുമല്ല പല ലോകരാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത്. ഈ മേഖലയിലൂടെ ഈ ടോൾ പിരിവ് അതും ഇറാൻ നടത്തുന്നത് ഒരു ചെറിയ തുകയല്ല. ഒരു $20 ലക്ഷം വില വരുന്ന ഒരു തുകയാണ് ഇറാൻ കപ്പലുകളിൽ നിന്ന് പിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇറാൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോഴും മേഖലയിലെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെയാണ്.